ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ വട ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്നിവിടെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ചെമ്മീൻ വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 2 പിടിയോളം ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതിൽ കുറച്ച് നാളികേരം കൂടി ചേർക്കുന്നുണ്ട്. നാളികേരം ഓപ്ഷണലാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് നാളികേരം ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ നാളികേരം ഇല്ലെങ്കിലും ഇത് ഭയങ്കര ടേസ്റ്റാണ്. മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് 10ഓളം ചെറിയുള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, 1 പിടി നാളികേരം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ആ മിക്സിയിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില വറുത്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ കൂട്ട് ചെറിയ ബോളുകളാക്കി തള്ളവിരൽ കൊണ്ട് ഇതേ രീതിയിൽ പ്രസ് ചെയ്ത് നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിലാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കൂട്ട് വെച്ച് 12ഓളം വട നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ചെമ്മീൻ ഒത്തിരി ഉള്ളവർ നാളികേരം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് 12ഓളം വട നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വളരെ കുറവാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇടയിൽ ആ പെരിഞ്ജീരകമൊക്കെ ഇടയിലൊക്കെ ഒന്ന് കടിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.